ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയിൽ OCYM-ന്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടുന്ന ആത്മദീപ്തി എന്ന നോമ്പ് വിചാരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പ് ഒരു തീർത്ഥാടനത്തിന്റെ കാലമാണ്. വല്ലാതെ മനുഷ്യൻ പകച്ചുപോകുന്ന ഇരുട്ടിന്റെ ലോകത്ത് വെളിച്ചം തേടിയുള്ള അന്വേഷണമാണ് ഈ നോമ്പുകാലം. പലപ്പോഴും ജീവിതയാത്രയിൽ ജീവിതത്തെ നേരിടുവാൻ നമ്മെ സഹായിക്കുന്നത് ആത്മവിശ്വാസം എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസത്തിന്റെ ധാരയിൽ സ്പിരിച്വൽ കോൺഫിഡൻസ് എന്നുള്ള ഒന്നുകൂടിയുണ്ട്. പ്രത്യേകിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനം നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് മറ്റാരുടേതുമല്ല, വിശുദ്ധനായ പൗലോസ്ലീഹയുടേതാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ക്രിസ്തുവിൽ ബലം കണ്ടെത്തിയ ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ചെറിയ ഒരു കാരണങ്ങളുടെ പേരിൽ ജീവിതത്തിൽ നിന്ന് കിട്ടിയുന്ന യുവതലമുറയെ നമുക്കിന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയും. ആത്മഹത്യാ നിരക്കിലൊക്കെ വല്ലാത്ത വർധന കണ്ടുവരുന്ന ഒരു കാലത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയാണ് ഒരു മനുഷ്യൻ ബലഹീനനാകുന്നത്? ശരിക്കും പറഞ്ഞാൽ ആന്തരിക മനുഷ്യൻ ബലഹീനനാകുമ്പോഴാണ് ഒരു മനുഷ്യൻ തളർന്നു പോകുന്നത്. അവൻ നിരാശനായിരിക്കും, അവൻ ബലഹീനനായിരിക്കും, അവൻ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലും സമ്മർദ്ദത്തിലും തട്ടി വീഴുന്നത് നിരന്തരം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വിശുദ്ധനായ പൗലോസ്ലീഹ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയുന്നത് അത്ര ശുഭകരമായ ഒരു ചുറ്റുവട്ടത്തിലല്ല. കാരാഗൃഹത്തിന്റെ ഉള്ളറകളിൽ കിടക്കുമ്പോഴും ഒരു മനുഷ്യന് അങ്ങനെ പറയാൻ കഴിയുന്നത് ആ മനുഷ്യന്റെ ആത്മബലം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. തിരുവചനത്തിൽ ആശ്രയിക്കുകയും വിശ്വാസത്തിൽ ആഴം കണ്ടെത്തുകയും ചെയ്യുന്ന ഓരോ മനുഷ്യർക്കും ഈ ശക്തി ആർജിക്കുവാനായിട്ട് കഴിയും. നമ്മൾ കർമ്മേൽ മലയിലേക്കൊന്ന് പോയി ഒരു വശത്ത് ബാലിന്റെ പ്രവാചകന്മാർ 450 പേര്, അശേര പ്രതിഷ്ഠയുടെ 400 പേര്, മുഴുവൻ 850 പേർ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഏകനായി ഒരു മനുഷ്യൻ കർമ്മേലിന്റെ മുകളിൽ ദൈവത്തെ ഹൃദയപൂർവ്വം അറിഞ്ഞ് ഒരു ബലിയർപ്പിക്കുന്നത്. ഒരുപക്ഷെ ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വിജയത്തിന്റെ വഴി ദൈവം ഒരുക്കുന്നുണ്ട്. ആ വിജയം ഏലിയാവ് അർഹിക്കുന്നതിന്റെ കാരണം ദൈവത്തിൽ ബലം കണ്ടെത്തി എന്നുള്ളതാണ്. ഇയ്യോബിലേക്ക് നമ്മളൊന്ന് സഞ്ചരിച്ച് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉറ്റവരും ഉടയവരും പട്ടുപോകുമ്പോൾ, ജീവിതത്തിന്റെ സൗകര്യങ്ങളൊക്കെ അന്യം നിന്ന് പോകുമ്പോൾ, ശാരീരിക സുഖം കുറയുമ്പോൾ ദൈവത്തിൽ ബലം കണ്ടെത്തിയ മനുഷ്യനാണ് ഇയ്യോബ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് നമുക്ക് ശരിക്കും നൽകുന്നത് ആത്മീയമായ കോൺഫിഡൻസ് ആണ്. ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഒരു 13 വയസ്സുകാരി ലുക്കീമിയ ബാധിച്ച് ക്യാൻസറിന്റെ 3-ാം ഘട്ടവും കഴിഞ്ഞ് ചികിത്സയ്ക്കായി ഇറങ്ങുമ്പോൾ അവളുടെ മാതാപിതാക്കൾ കരഞ്ഞു, ബന്ധുക്കൾ കരഞ്ഞു, കൂട്ടുകാർ കരഞ്ഞു. പക്ഷേ അവൾ ചിരിച്ചുകൊണ്ടാണ് യാത്ര പറഞ്ഞു ഇറങ്ങുന്നത്. അവൾ തിരിച്ച് രോഗസൗഖ്യം പ്രാപിച്ച് മടങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞ വാക്കുകളാണ്: എന്നെ സൃഷ്ടിച്ചത് കർത്താവാണ്, എന്റെ വഴികളെ അറിയുന്നത് ദൈവമാണ്. എനിക്കെന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല, കാരണം ഞാൻ ക്രിസ്തുവിന്റെ കരങ്ങളിലാണ് ശക്തി കണ്ടെത്തുന്നത്. ആ 13 വയസ്സുകാരി രോഗത്തെ അതിജീവിച്ചെന്ന് മാത്രമല്ല, വൈദ്യശാസ്ത്രത്തിൽ ഓങ്കോളജി വിഭാഗത്തിൽ വൈദഗ്ധ്യം നേടി ആ രോഗത്തിന് ചികിത്സകയായി ഇന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കുക.
രോഗത്തിന്റെ മുമ്പിൽ അവൾ പകച്ചിരുന്നെങ്കിൽ അവൾക്കൊരു തിരിച്ചുവരവ് ഒരിക്കലും ഉണ്ടാകുകയില്ല. ഈ ലോകത്ത് പ്രയാസങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. അവയുടെ നടുവിൽ ക്രിസ്തുവിൽ ബലം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ഒരു നിമിഷം ആ കാൽവറിയിലെ ക്രൂശൊന്ന് ധ്യാനിച്ചു. ആ ക്രൂശിന്റെ നാലുവശവും അത്ര ശുഭകരമായ ഒരന്തരീക്ഷമല്ല കാണുന്നത്. വേദനകൾ, പരിഹാസങ്ങൾ, പ്രയാസങ്ങൾ, അവിടെ കാണേണ്ട ചില മനുഷ്യരെ കാണാതിരിക്കുന്ന ചില രംഗമൊക്കെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, തന്റെ ശിഷ്യന്മാർ അവന്റെ അടുത്ത് കാണുമെന്ന് അവൻ കരുതി വിശ്വസിച്ചു. എന്നാൽ ഇഷ്ടപ്പെട്ട ആരെയും ക്രിസ്തുവിന് അവിടെ കാണുവാൻ കഴിയുന്നില്ല. ആ നിമിഷത്തിൽ പോലും ക്രിസ്തു തകർന്നു പോകുന്നില്ല. എന്തൊരു കോൺഫിഡൻസ് ആണ് കുരിശ് നമുക്ക് നൽകുന്നത്. ഈ നോമ്പുകാലം ക്രൂശ് ഒരു ധ്യാനമായി മാറട്ടെ. എന്തൊരു കോൺഫിഡൻസ് ആണ് കുരിശ് നമുക്ക് പകരുന്നത്. നമുക്ക് നമ്മുടെ മക്കളെയും കൂട്ടി ക്രൂശിന്റെ ചോട്ടിലേക്ക് പോകാം. ആത്മവിശ്വാസം എന്തെന്ന് അനുഭവിച്ചറിയാം. അത് ഹൃദയത്തിൽ അറിഞ്ഞ് ഈ യാത്ര നമുക്ക് പൂരിപ്പിക്കാം. അതുകൊണ്ട് സ്പിരിച്വലി നമ്മളെ ശക്തമാക്കുന്ന അനുഗ്രഹീതമായ ഒരു തീർത്ഥാടനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്മകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.